ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ നേരിട്ട് ഇടപെട്ടുവെന്ന് സർക്കാർ. നിയമവിരുദ്ധമായി ഇടപെട്ടതിന് തെളിവുകളുണ്ട് എന്ന് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അജിത് കുമാർ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം 3 DYSPമാർ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉടൻ നടപടിയുണ്ടാകും. ഗൺമാൻമാരുടെ മർദ്ദനക്കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ നിരന്തരം ശ്രമിച്ചുവെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിരീക്ഷണം. DGP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. MR അജിത് കുമാറിന്റെ ഇടപെടലുകൾ ഇരകൾക്ക് നീതി നിഷേധിക്കാൻ വഴിയൊരുക്കിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥന്മാരിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് SITയുടെ സുപ്രധാന കണ്ടെത്തൽ. ഡിജിറ്റൽ തെളിവുകളും MR അജിത് കുമാറിന്റെ കുരുക്ക് മുറുക്കി. അധികാര ദുർവിനിയോഗവും വഴിവിട്ട പ്രവർത്തനവും നടത്തുന്നവർക്ക് നൽകിയ മുന്നറിയിപ്പ് കൂടിയാണ് MR അജിത് കുമാറിനെതിരെയുള്ള നടപടി. അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. സമ്മർദ്ദത്തിന് വഴങ്ങിയ 3 DYSPമാർക്കെതിരെയും ആഭ്യന്തരമന്ത്രി നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KP തോംസൺ, സുനിൽ രാജ്, KS അരുൺ എന്നിവർക്കെതിരെയാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത്. ഇതിനൊപ്പം ഓഫീസിലെ 2 ഗ്രേഡ് SIമാർക്കെതിരെയും നടപടിയുണ്ടാകും. സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ആഭ്യന്തരമന്ത്രി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.